സാധാരണ ഒരു ഭരണാധികാരി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി വരുമ്പോൾ ഇത് നേരത്തെ കാലത്ത് ഇത് പബ്ലിഷ് ചെയ്യുകയും വരികയും ചെയ്യുന്നതാണ്. പക്ഷെ UAE അൽ നഹിയാൻ, അതായത് ഈ UAE എന്ന് പറയുന്ന 7 എമിറേറ്റ്സ് കൂടുന്നതാണ് UAE. അതിൽ ഏറ്റവും സമ്പന്നമായ എമിറേറ്റ് എന്ന് പറയുന്നത് അബുദാബിയാണ് ശരിക്കും. കാരണം ഓയിൽ റിച്ച് ആണ് ശരിക്കും. ഞാൻ അബുദാബിയിൽ ഉണ്ടാകുന്നതാണ് ശരിക്കും. അപ്പം എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഷോർട്ട് ടൈം വിസിറ്റിൽ വന്നിട്ട് എന്തിനാണ് അവിടെ വന്നത്? ഇതാണ് എന്റെ ചോദ്യം. ഇത് ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് റിയാലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഇത്രയും നാളും ഇന്ത്യക്കാരൊക്കെ പലരും ധരിച്ചു വച്ചിരുന്നത്, അതായത് ഇന്ത്യയുടെ പ്രാധാന്യം കൊണ്ടാണ് ഗ്ലോബലി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും ഇത്രമാത്രം അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതായിരുന്നു പല ഇന്ത്യക്കാരും ഇവിടുത്തെ മീഡിയയും യൂട്യൂബേഴ്സും ഇവരൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ചരിത്രം എന്ന് പറയുന്നത്. ബേസിക്കലി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ അമേരിക്കയുമായിട്ട് ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് പല ഇന്ത്യക്കാർക്കും മനസ്സിലായി തുടങ്ങിയത് പവർഫുള്ളായ അമേരിക്കയുടെ കൂടെ നിന്നപ്പോഴാണ് ഈ സ്ഥാനമൊക്കെ കിട്ടിയത്. ഈ അക്സെപ്റ്റൻസും G7-ഉം G20-യും ഇന്റർനാഷണൽ ഫോറങ്ങളിലൊക്കെ വിശ്വഗുരുവായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ വരുന്നത് അമേരിക്കയുടെ കൂടെ നിന്നപ്പോഴാണ്. അമേരിക്ക എന്ന് പിണങ്ങി മാറി ട്രംപ് എന്ന് മൈ ഫ്രണ്ട് മോഡിയെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം ഈ പൊങ്ങിയിരുന്ന ഇന്ത്യ താപ്പോട്ട് പോയി. അത് ഇപ്പോഴാണ് ഈ സാക്ഷാൽ മോദിക്കും ഇതിനെപ്പറ്റിയൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ലായിരുന്നു. ഇത് അമേരിക്കയുടെ കൂടെ നിന്നുകൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ ഒരു മിനിറ്റ്, ഈ പറയുന്ന ഇന്ത്യക്ക് എന്ത് കിഴങ്ങുണ്ടായിട്ടാണ് ഈ ലോക രാജ്യങ്ങൾ ഇന്ത്യയുടെ പുറകെ വരുന്നത്? ഒരിക്കലുമില്ല. ഇന്ത്യ അമേരിക്കയോട് നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് കിട്ടിയത്. പിന്നെ ഗ്ലോബൽ അക്സെപ്റ്റൻസ് മാത്രമൊന്നുമല്ല, ഇന്ത്യ പറയുന്നത് ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിവിധ ലോകരാജ്യങ്ങളിൽ പോകുമ്പോൾ എയർപോർട്ടിൽ വന്ന ആൾക്കാർ ക്ഷണിക്കാൻ പോകാൻ തുടങ്ങി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം ജോർദാനിൽ പോയി, ജോർദാൻ രാജാവ് ക്ഷണിക്കാൻ പോയില്ല. ഇതൊക്കെ ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ടായ സംഭവങ്ങളാണ്. അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നോ?